പാലക്കാട് ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നേരത്തെയും പരീക്ഷയ്ക്ക് മാറ്റി നിർത്തിയ അനുഭവമെന്ന് പൂർവ്വ വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. 100% വിജയം ഉറപ്പാക്കുന്നതിനായി ഇത്തരത്തിൽ പരീക്ഷയിൽ നിന്ന് വിലക്കുന്നതെന്നും പൂർവ്വ വിദ്യാർത്ഥി ജനം ടിവിയോട് പറഞ്ഞു. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് റെയിൽവേ സ്കൂളിൽ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ +2 വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൽ അനുവദിച്ചില്ല എന്നുള്ള പരാതി കഴിഞ്ഞ ദിവസമാണ് ഉയർന്നത്. വലിയ വിമർശനങ്ങളും മറ്റും അതിനെതിരെ ഉയരുകയും ഒപ്പം തന്നെ അന്വേഷണം ഉൾപ്പെടെ DD ഉൾപ്പെടെ അന്വേഷിച്ച് അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന തരം വരെ എത്തിയിരുന്നു. ഏതായാലും ആ ഒരു വിദ്യാർത്ഥിയുടെ പരാതി അത് ആ വിദ്യാർത്ഥിക്ക് മാത്രമല്ല, സമാനമായ അനുഭവം തങ്ങൾക്കും നേരിട്ടുണ്ട് എന്ന തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ പരാതിയുമായി എത്തുകയാണ്. ആ റെയിൽവേ സ്കൂളിൽ തന്നെ പഠിച്ച വ്യക്തിയാണല്ലോ നിങ്ങൾ? അതെ, ഞാൻ 2015-16 ബാച്ചിലുണ്ടായ ഒരു വിദ്യാർത്ഥിയാണ്. അന്നും എനിക്ക് ഇതേപോലെ ഉള്ള ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് എന്നോട് എക്സാം എഴുതണ്ട എന്ന് പറയുന്നതും അവരുടെ പാസ് പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടി എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞ് ലീവ് എടുക്കാൻ പറഞ്ഞതും അതിനോട് സംബന്ധിച്ച് ഞാൻ എക്സാം എഴുതാണ്ടിരിക്കാനും പറ്റില്ല, എഴുതാൻ പോയതുമില്ല. കാരണം എനിക്ക് ഇതേപോലെ റെഡ് മാർക്ക് ചെയ്യും TCയിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞപ്പം ഞാൻ പോയതുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എക്സാമിലാണ് പിന്നെ എഴുതിയെടുത്തത്. എക്സാം എഴുതിയെടുത്ത് ആകുമ്പോഴത്തേക്കും എനിക്ക് അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കേരളത്തിൽ എനിക്ക് പഠിക്കാനുള്ള UG ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നഷ്ടമായി. പിന്നെ ഞാൻ പുറത്ത് പോയി പഠിക്കേണ്ട അവസ്ഥയ്ക്കാണ് വന്നത്. എന്തായിരുന്നു അവർ പറഞ്ഞിരുന്നത്? എന്തായിരുന്നു? അതായത് ഇപ്പോൾ നിലവിൽ ഫിസിക്സ് എക്സാമിനാണ് ഒരു വിദ്യാർത്ഥിയോട് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഏത് എക്സാമിനായിരുന്നു? എന്താണ് പറഞ്ഞത്? എന്നോട് കെമിസ്ട്രി ആയിരുന്നു ആദ്യം പറഞ്ഞത്. കെമിസ്ട്രിയിലാണ് എനിക്ക് മാർക്ക് കുറവുണ്ടായിരുന്നത് ഫസ്റ്റ് ഇയർ. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ എക്സാം എഴുതണ്ട, അടുത്ത എക്സാം എഴുതിയാൽ മതി, പാസ് പെർസെൻറ്റേജ് കുറയാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട്. അതുകൊണ്ട് സംബന്ധിച്ചാണ് ഞാൻ എക്സാം എഴുതാണ്ടായത്. നിങ്ങൾ ഈ രക്ഷിതാക്കളൊക്കെ അപ്പോൾ വിവരം അറിയിച്ചിരുന്നു? ആദ്യം ഒരു മീറ്റിംഗ് വെച്ചിരുന്നു, പാരൻസ് മീറ്റിംഗ് വെച്ചിട്ടാണ് പേരൻസിനോട് സംസാരിച്ചിട്ടാണ്, ഇതേപോലെ പേരൻസിനോടൊക്കെ സംസാരിച്ച് ടീച്ചർമാരും സംസാരിച്ചിട്ടൊക്കെയാണ് ഈ തീരുമാനത്തിൽ എത്തിയത്. വീട്ടുകാരെയും പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. വീട്ടുകാരോട് എന്താ പറഞ്ഞത്? വീട്ടുകാരോടും പറഞ്ഞ് എന്തായാലും പാസ്സാവാൻ ചാൻസ് ഇല്ല, മാർക്ക് കുറവാണ്, കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതേ പ്രിൻസിപ്പൾ തന്നെയാണ്? അതെ, ഇതേ പ്രിൻസിപ്പൾ തന്നെയാണ്. നിങ്ങൾ അന്ന് ഇത് പരാതിപ്പെടുകയോ മറ്റൊന്നും ചെയ്തില്ല? അത് കേട്ടപ്പോൾ അന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇത് ഇപ്പം ഞാനിപ്പോൾ ആ സമയത്ത് സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഇയർ ആ സമയം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഇയറിലായപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഇങ്ങനെ പരാതിപ്പെടുന്നതിന് അവകാശമുണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതിലിപ്പോൾ നിലവിൽ ആ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്ന വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അറിവിൽ ഇത് നിങ്ങളോട് മാത്രമല്ല ഒരുപാട് പേരോട് ചെയ്തിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ കരുതുന്നത്? ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ 2016 2016 തൊട്ടുള്ള അടുത്ത എല്ലാ വർഷത്തിലും ആബ്സെൻ്റായ സ്റ്റുഡൻസിനോട് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിനോട് സത്യാവസ്ഥ തിരിച്ചറിയാൻ പറ്റും. വിജയ പെർസെൻറ്റേജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതെ, വിജയ പെർസെൻറ്റേജ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവർ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പൂർവ്വ വിദ്യാർത്ഥിയായ വ്യക്തി പറയുന്നതനുസരിച്ചാണെങ്കിൽ 1-2 വിദ്യാർത്ഥികളിലല്ല, നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ ഒരു പ്രിൻസിപ്പൽ നിർബന്ധിച്ച് രക്ഷിതാക്കളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിജയശതമാനം കൂട്ടുന്നതിന് വേണ്ടി ഇവരെ എല്ലാം പരീക്ഷ എഴുതിപ്പിക്കാത്ത തരത്തിൽ ക്രൂരത ഇവരോട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും അതിൽ കൂടുതൽ അന്വേഷണം ഉൾപ്പെടെ ഇനി വേണം എന്നുള്ളതാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ആവശ്യം. PR മനൂപിനൊപ്പം അരുണാലത്തൂർ, ജനം, പാലക്കാട്.